മുസ്ലിമിന് പള്ളിയുമായി ഉണ്ടാവേണ്ട അനിവാര്യമായ ബന്ധത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് ഇഅ്തികാഫിന് പോലും അനുവാദം നൽകിയിരുന്ന പ്രവാചകാധ്യാപനം അറിയാത്തത് കൊണ്ടുമല്ല ഇവർ സ്ത്രീകളുടെ പള്ളിപ്രവേശം നിരോധിക്കുന്നത്. പള്ളി ദർസുകളിലെ അടിസ്ഥാന പാഠങ്ങളിൽ പ്രധാനമായ 10 കിതാബിലെ ഈ വിഷയകമായി വന്ന ഭാഗത്തെ ദുർവ്യാഖ്യാനിക്കാൻ പാടുപെടുന്ന ഈ രംഗമൊന്ന് കാണുക. ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ഇന്ന് കേരളത്തിലെ സുന്നികൾക്കിടയിലും മറ്റ് ഇതര സംഘടനകൾക്കിടയിലും നിലനിൽക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശനം എന്ന വിഷയം. ഈ വിഷയത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ എന്റെ കയ്യിലുള്ളത്. ഇത് 10 കിതാബാണ്. ഇത് നമ്മുടെ പള്ളി ദർസുകളിൽ ഇവിടെയുള്ള മുത്താലികൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ 10 കിതാബിൽ ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു ബാബുണ്ട്. ഈ ബാബിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വായിക്കുന്നുണ്ടല്ല. അമുസ്ലിം, ഭ്രാന്തൻ, ബോധം കെട്ടവൻ, ആർത്തവകാരി, പ്രസവകാരികൾ, വലിയ അശുദ്ധിയുള്ളവർ, ലഹരി ബാധിതർ, ഇവർക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം ആർത്തവകാരികൾ ആർത്തവം ഒഴിവാകുന്ന സമയത്ത് അവർക്ക് ഇഅ്തികാഫ് ഇരിക്കാം എന്നാണ്. അതുകൊണ്ട് ഈ ഇഅ്തികാഫ് ഏത് പള്ളിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെ കുറിച്ച് ഒരു വിശദീകരണം തന്നാൽ. അന്യ പുരുഷന്മാര് പങ്കെടുക്കാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ഒരു വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തോ, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ അവരുടെ കുടുംബങ്ങൾ മാത്രം പങ്കെടുക്കുന്ന അവരുടെ ആ വീട് നിൽക്കുന്ന തൊടുവിലുള്ള ഒരു പള്ളിയിലോ ഇങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ അവൾക്ക് ഇഅ്തികാഫ് ഇരിക്കുന്നതിനെ കുറിച്ചാണ് ആ പരാമർശം. ഇതിലെല്ലാം പറയുന്നുണ്ട് വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവില്ല, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ തന്നെ ഇരിക്കണം. വീട്ടിലെ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവുകയില്ല എന്ന് വായിക്കുക. മാത്രമേ ഇഅ്തികാഫ് സാധുവായുള്ളൂ. അത് 10 കിതാബല്ലോ. 10 കിതാബ് അറബിയിലാണല്ലോ. പരിഭാഷ നിങ്ങൾ ആരും എഴുതിയത്? കിതാബല്ലാന്ന് പറയണം. നിങ്ങൾ വായിക്കുന്നത് 10 കിതാബല്ലാന്ന് ഞാൻ ഉറപ്പിച്ച് പറയും, യാതൊരു സംശയമില്ല. 10 കിതാബ് എന്നത് അറബിയിലാണ്. അറബിയിലുള്ള 10 കിതാബ് വായിക്കൂ, ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നത് ശരിയാണ്, എന്താ നിങ്ങൾ പറയാൻ പറ്റില്ല. അറബിയിലുള്ള 10 കിതാബ് നിങ്ങൾ വായിക്കൂ. മലയാളത്തിൽ ആര് പരിഭാഷപ്പെടുത്തി അയാളൊക്കെ തെറ്റുണ്ടോ ശരിയുണ്ടോ ഒന്നും എനിക്കറിയേണ്ടതില്ല. അറബിയിലുള്ള 10 കിതാബ് അത് പരിഭാഷയാണെങ്കിൽ അറബി ഉണ്ടാവില്ല. അറബി വായിക്കുക, എനിക്ക് നോക്കാം. അതിപ്പോ ഏതുപോലെ അറിയാം. ഞാൻ ഒരു കാരണം പറയാം. ഖുർആനിന് മുജാഹിദുകൾ വ്യാഖ്യാനം എഴുതും, ജമാഅത്തുകാർ എഴുതും, അവർക്ക് അവർ തോന്നിയമാരും അതിന് വായിച്ചിട്ട് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതായത് ഞാൻ പറയുന്നത് ആ പദം, നിങ്ങൾ പറയുന്ന പദത്തിന്റെ അറബി അതിലുണ്ടാവുമല്ലോ, അവർ വായിച്ചാൽ. ഇവിടെ ഇരിക്കുന്ന മുത്താലികളൊക്കെ സാക്ഷിയാണ്. ഈ 10 കിതാബ് പള്ളി ദർസുകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ അത് പറയണമെന്ന് ഞാൻ കേൾക്കാം. മലയാള 10 കിതാബ് പള്ളിയിൽ ഇല്ല എന്ന് ഞാൻ 1000 വിജയശക്തിയോടെ പറയുന്നു. 1000 വിജയശക്തിയോടെ ഞാൻ പറയുന്നു. ഈ മലയാള 10 കിതാബ് പള്ളി ദർസിൽ ഒറ്റത്തിലുമില്ല. പള്ളി ദർസിലുള്ള 10 കിതാബ് അറബിയിലാണ്. അതുണ്ടെങ്കിൽ വായിക്കുക, അപ്പൊ കാണാം. അത് പഠിച്ചിട്ട് ഞങ്ങൾ നടക്കുന്നത് വെറുതല്ല. അറബിയിലുള്ള 10 കിതാബിലുള്ള വിഭാഗത്തിൽ വായിക്കൂ, അതുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു. മലയാളത്തിൽ ആളുകൾ എഴുതിയത് നമുക്ക് രേഖയെ